സിനിമ എടുക്കണ്ട എന്നുള്ളൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. കാരണം കിരീടം കഴിഞ്ഞപ്പോൾ ആ ഒരു വേദനാജനകമായിട്ടുള്ള കുറച്ച് അനുഭവങ്ങൾ എൻ്റെ മനസ്സിനെ തളർത്തി കളഞ്ഞു. പറയുന്നതിൽ വിഷമം തോന്നരുത്. MT സാറിൻ്റെ സ്ക്രിപ്റ്റിൽ ഞാനൊരു പടം ചെയ്യാൻ പോവുകയാണ്. സത്യം പറഞ്ഞാൽ മനസ്സിൽ വിഷമവും ദേഷ്യവും എല്ലാം കൂടെ വന്നു. എന്തായാലും മോഹൻലാൽ പ്രോജക്റ്റ് ഇനി നടക്കില്ല. നടക്കാത്ത ഒരു സാഹചര്യത്തിൽ മോഹൻലാലിൻ്റെ അടുത്ത് നമ്മളൊരു 10 ലക്ഷം രൂപ കിടപ്പുണ്ടല്ലോ, ഒന്നുകൂടെ ആലോചിക്കുക. ലാലിൻ്റെ പടമാണ്, ലാലിൻ്റെ ഡേറ്റാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റാത്തതുകൊണ്ടാണ്, വേറൊന്നും കൊണ്ടല്ല. അല്ലെങ്കിൽ ലാലിൻ്റെ ഒരു അഡ്വാൻസ് ഞാൻ ഒരിക്കലും തിരിച്ച് ചോദിക്കില്ല, എന്നെക്കൊണ്ട് പറ്റില്ല, ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണ് എന്ന് പറഞ്ഞു. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ, ദ ദിനേശ് പണിക്കർ ഒഫീഷ്യൽ, ദ പോയിൻറ്റ് വിത്ത് DP. കിരീടം എന്ന സിനിമ 1986-87 പ്ലാൻ ചെയ്യുകയും 89 ഞങ്ങളുടെയൊക്കെ സ്വപ്നം ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ റിലീസ് ചെയ്യുകയും ചെയ്ത ആ ഒരു സംഭവം ഞാൻ മിക്ക ചാനലിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇനി ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. കാരണം ഇല്ലെങ്കിൽ താഴെ കമൻറ്റിൽ വരും, ഈ പറഞ്ഞില്ലേ പറഞ്ഞ കഥകളൊക്കെ എന്തിനാണ് വീണ്ടും വീണ്ടും പറയുന്നതെന്ന്. ഏതായാലും അതിലോട്ട് ഇപ്പോൾ പോകുന്നില്ല. പക്ഷേ അതിൽ തന്നെ ഇതുവരെ പറയാത്ത കുറേ കഥകൾ വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ പറയാൻ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത്, സിനിമ കിരീടം റിലീസായി, സൂപ്പർ ഹിറ്റായി. 125 ദിവസം ആ സിനിമ തയ്ക്കുന്ന വേളയിൽ ഞങ്ങളുടെ പടത്തിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറായ 7 ആർട്സ് വിജയകുമാർ വളരെ സൗമനസ്വരത്തോടുകൂടി കോഴിക്കോട് ഉള്ള മഹാറാണി എന്ന് പറയുന്ന ഹോട്ടലിൽ വെച്ചിട്ട് ഗംഭീരമായിട്ടുള്ളൊരു ഫംഗ്ഷൻ നടത്തുകയുണ്ടായി. അന്ന് എൻ്റെ വീട്ടിൽ ഒരു തന്ന മെമൻറ്റോ ഇപ്പോഴും ഇരിപ്പുണ്ട്. കാരണം ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ മെമൻറ്റോ. അപ്പോൾ അന്നത്തെ ദിവസം ഇത് കൂടാതെ തന്നെ വേറൊരു സംഭവം കൂടെ നടന്നു. അതാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. കിരീടം എന്ന സിനിമയുടെ അവസാനത്തെ ആ സെറ്റിൽമെൻറ്റ് വേളയിൽ ഞാനും എൻ്റെ പാർട്ട്ണറായിരുന്ന കൃപ ഫിലിംസിലെ പാർട്ട്ണറായിരുന്ന കൃഷ്ണകുമാർ ഉണ്ണി തമ്മിൽ ചെറിയ ഒരു വിയോജിപ്പുണ്ടായിരുന്നു. കാരണം അതിനകത്ത് ഫണ്ട് ചിലവായതിനെ പറ്റിയും അല്ലെങ്കിൽ ഫണ്ട് അതിനെ എനിക്ക് തരേണ്ട ഷെയറിനെ പറ്റിയുള്ളൊക്കെ ചെറിയൊരു വിയോജിപ്പ് വന്നു. പക്ഷേ അതൊക്കെ നമ്മൾ മറന്നുകൊണ്ട് തന്നെ നമ്മൾ 125ാമത്തെ ദിവസം ഗംഭീരമായിട്ട് ഒരുമിച്ച് തന്നെ ആഘോഷിക്കാൻ തീരുമാനിക്കുകയാണ് ചെയ്തത്. പക്ഷേ സിനിമ എടുക്കണ്ട എന്നുള്ളൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. കാരണം കിരീടം കഴിഞ്ഞപ്പോൾ ആ ഒരു വേദനാജനകമായിട്ടുള്ള കുറച്ച് അനുഭവങ്ങൾ എൻ്റെ മനസ്സിനെ തളർത്തി കളഞ്ഞു. ഇനി സിനിമ എന്തിനാ, സിനിമ വേണ്ട എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് എങ്ങനെയൊക്കെയോ ഈ സിനിമ നമ്മളെ തേടി വരും എന്ന് പറഞ്ഞ പോലെ എൻ്റെ എറണാകുളത്തുള്ള വളരെ ക്ലോസ് ഫ്രണ്ടായ പ്രേമനും പിന്നെ സിബി മലയിലിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അന്നത്തെ എന്ന് പറയുന്ന MT സാറിനെ കൊണ്ട് സ്ക്രിപ്റ്റ് എഴുതിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കിരീടം കഴിഞ്ഞപ്പോൾ സിബി എന്നോട് പറഞ്ഞു, നിങ്ങളെന്തായാലും ഉണ്ണിയായിട്ട് ഇനി പടം എടുക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് MT സാറിനെ കണ്ട് ഒരു സ്ക്രിപ്റ്റ് വാങ്ങിച്ച് നമുക്കൊരു പടം ചെയ്യാം എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ MT സിബി ഏറ്റവും ഒരു നല്ല പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്, നോക്കിക്കളയാം. അങ്ങനെ പ്രേമനാണ് ശരിക്കും പറഞ്ഞാൽ MT സാറുമായിട്ട് നേരിട്ട് കൂടുതൽ ബന്ധമുണ്ടായിരുന്നത്. പ്രേമൻ അവിടെ ബന്ധപ്പെടുകയും കോഴിക്കോട് ഞങ്ങൾ 125ാം ദിവസം ആഘോഷവേളയിൽ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് കോഴിക്കോട് തന്നെയാണ് അദ്ദേഹം അന്ന് മാതൃഭൂമിയുടെ ചീഫ് എഡിറ്ററാണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് മേടിക്കുകയും കാണാൻ വേണ്ടി ചെന്നു. അവിടെ ഒരു രസകരമായ സംഭവം പറഞ്ഞോട്ടെ. കാരണം MT സാറിനെ പറ്റി പൊതുവേ പറഞ്ഞു കേട്ടിട്ടുള്ളത് വളരെ സീരിയസ് ആയിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മൾ തമാശയൊന്നും പറയാൻ പാടില്ല, ആവശ്യമില്ലാത്ത വർത്തമാനം പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു ധാരണയിലാണ് സിബി മലയിലും പ്രേമനും ഞാനും ഒക്കെ മുറിക്കകത്തിട്ട് കയറുന്നത്. അദ്ദേഹം ചെല്ലുമ്പോൾ തന്നെ വളരെ പറഞ്ഞ പോലെ സീരിയസ് ആണ്. അദ്ദേഹം അന്ന് എനിക്കൊന്ന് ബീഡി വലിച്ചിരിപ്പുണ്ടോ എന്ന് സംശയമുണ്ട്, വലിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം താഴോട്ട് നോക്കിയിരിക്കുന്നു, കുറേ ഇടയ്ക്കിടയ്ക്ക് മാത്രം സംസാരിക്കുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവതരിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു നമുക്ക് ചെയ്യാം, പടം ചെയ്യാം എന്നൊക്കെ വന്നു. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹമായിട്ട് എനിക്ക് വേറൊരു കണക്ഷനുണ്ട്. അദ്ദേഹമുള്ള കണക്ഷൻ എന്ന് പറയുന്നത് അദ്ദേഹം പഠിച്ചിട്ടുള്ളത് പാലക്കാട് വിക്ടോറിയ കോളേജാണെന്ന് എൻ്റെ ഓർമ്മ. അപ്പോൾ ആ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കോളേജ് മേറ്റ് ആയിട്ടുണ്ടായിരുന്നത് എൻ്റെ അച്ഛൻ്റെ തൊട്ടനിയനാണ്. ഇന്ന് എല്ലാവരും അറിയുന്നൊരു വ്യക്തിയാണ്, ഡോക്ടർ KN പണിക്കർ എന്ന് പറയും. അദ്ദേഹം ഇവിടെ സംസ്കൃത കോളേജിൻ്റെ വൈസ് ചാൻസലറായിരുന്നു. JNUവിൻ്റെ ഏറ്റവും ഹെഡായിട്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഹിസ്റ്റോറിയനാണ്, ലെഫ്റ്റിസ്റ്റ് ഹിസ്റ്റോറിയനാണ്, അതുകൂടെ എടുത്ത് പറയണം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേര് ലിങ്ക് ചെയ്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം ഞങ്ങളുമായിട്ട് കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയി. ഞങ്ങളിങ്ങനെ വിഷയങ്ങളൊക്കെ സംസാരിച്ച് അവസാനം
ഒരു അഡ്വാൻസ് ആയിട്ട് ഒരു 25,000 റുപ്പീസ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം അത് വളരെ സ്നേഹത്തോടെ സ്വീകരിച്ചു. നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. MT സാറാകുമ്പോഴേക്കും പിന്നെ നമുക്ക് എപ്പോഴാണ് എങ്ങനെ കിട്ടുക എന്നൊന്നും അറിയില്ല. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം വളരെ മെറ്റിക്കുലസാണ്. അദ്ദേഹം തന്നു കഴിഞ്ഞാൽ അതിൽ ഒരു വരി പോലും അല്ലെങ്കിൽ പറഞ്ഞൊരു കോംബോ പോലും നമ്മുടെ സ്ക്രിപ്റ്റിൽ നിന്ന് മാറ്റേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ സിബിയും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നേരെ പോയി സിനിമയുടെ കിരീടത്തിൻ്റെ 125-ാം ദിവസം ആഘോഷവും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അന്നത്തെ ദിവസം എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു ദിവസമായിരുന്നു. ഒരു പുതിയ പടത്തിൻ്റെ തറക്കല്ലിട്ടിരിക്കുന്നു, ഒരു പടത്തിൻ്റെ ആഘോഷം നടക്കുന്നു. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞു. പിന്നീട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കാരണം എങ്ങനെയെങ്കിലും MT സാറിൻ്റെ ഒരു സ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത പറ്റുമെങ്കിലും ഒരു വർഷത്തിനുള്ളിൽ തന്നെ സിനിമ എടുക്കണമല്ലോ. അപ്പോൾ എല്ലാവരും ചോദിച്ചു തുടങ്ങി, കിരീടം പോലെ സിനിമ ഇനി എടുക്കുന്നില്ലേ? കാരണം എല്ലാവർക്കും ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ അതേപോലെ സിനിമ വീണ്ടും വേണം, അത് ഹിറ്റായി കഴിഞ്ഞാൽ. പക്ഷേ കിരീടം പോലെ ഒരു സിനിമ നിർമ്മിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അതൊക്കെ വൺസ് ഇൻ എ വൈൽ കിട്ടുന്ന സൗഭാഗ്യമാണ്. ആ ഭാഗ്യം കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് അതേപോലെ സിനിമ അല്ലെങ്കിൽ പോലും ഒരു നല്ല സിനിമ എടുക്കുക. അതുകൊണ്ടാണ് MT സിബി എന്നുള്ളൊരു കോമ്പിനേഷൻ ഉദ്ദേശിച്ചത്. അന്ന് മമ്മൂക്ക എനിക്കൊരു ഡേറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും മമ്മൂക്കയാണെങ്കിൽ മമ്മൂക്ക, അല്ലെങ്കിൽ ലാലാണെങ്കിൽ ലാൽ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മൾ മനസ്സിൽ ഓരോ കോട്ടകളൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു. നിയർലി 2ാമത്തെ വർഷത്തോട് കടന്നിട്ടും സ്ക്രിപ്റ്റിൻ്റെ യാതൊരു വിധത്തിലുള്ള അനക്കവും കാണുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് സിബി ഒരു ദിവസം എന്നെ വിളിച്ച് പറയുന്നു, ദിനേശേ, പറയുന്നതിൽ വിഷമം തോന്നരുത്, MT സാറിൻ്റെ സ്ക്രിപ്റ്റിൽ ഞാനൊരു പടം ചെയ്യാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു, സിബി എന്തായി പറയുന്നത്? ദിനേശിന് കിട്ടിയില്ല, പക്ഷേ 7 ആർട്സിന് ഒരു സ്ക്രിപ്റ്റ് കിട്ടിയിട്ടുണ്ട്. മോഹൻലാലാണ് ഹീറോ. അതിനകത്ത് ഞാനാണ് ചെയ്യേണ്ടത്. അത് സതയം എന്നാണ് അതിൻ്റെ പേര്. സത്യം പറഞ്ഞാൽ മനസ്സിൽ വിഷമവും ദേഷ്യവും എല്ലാം കൂടെ വന്നു. കാരണം 2 വർഷമായിട്ട് MT സാറിൻ്റെ പുറകെ ഞാൻ നടന്ന് അദ്ദേഹത്തെ ഫോളോ അപ്പ് ചെയ്ത് ഇത്രയെല്ലാം ചെയ്തിട്ട് അദ്ദേഹം എന്നെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് 7 ആർട്സ് വിജയകുമാറിന് ഒരു സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തപ്പോൾ എനിക്കതിൻ്റെ ആ ഒരു വിഷമമുണ്ടായിരുന്നു. ഞാൻ MT സാറ് ഇവിടെ ട്രിവാൻഡ്രത്ത് വരുമ്പോൾ അദ്ദേഹം മാസ്കറ്റ് ഹോട്ടലാണ് മിക്കവാറും താമസിക്കുന്നത്. ഞാൻ എപ്പോഴും പോയി അദ്ദേഹത്തെ കാണുകയായിരുന്നു. നല്ല ബന്ധമായിരുന്നു. ഞങ്ങൾ തമ്മിൽ പേഴ്സണലി നല്ല റിലേഷൻഷിപ്പായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഞാൻ വിചാരിച്ചു, അദ്ദേഹം എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ കാണിച്ചത്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞ് ചെയ്ത് കൊടുക്കേണ്ടി വന്നു. ഞാൻ പറഞ്ഞു, സാറേ ഇങ്ങനെയാണെങ്കിൽ ഇനിയും ഞാൻ 2 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വരില്ലേ സാറിൻ്റെ സ്ക്രിപ്റ്റിന് വേണ്ടി? ഒന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻഡെഫിനിറ്റ് നേച്ചർ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, സാർ അങ്ങനെയാണ് ഒരു പണി ചെയ്യൂ, ഡോണ്ട് ഫീൽ ബാഡ്. കാരണം ഞാനാണ് ഇതിന് വളരെ മോശമായിട്ട് ഫീൽ ചെയ്യുന്നത്. സാറ് ഞാൻ തന്ന അഡ്വാൻസ് എമൗണ്ട് തിരിച്ച് തരണം. ഒന്നാലോചിച്ച് നോക്കൂ, MT സാറിനെ പോലൊരു വ്യക്തി, അദ്ദേഹം എനിക്ക് സ്ക്രിപ്റ്റ് തരാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും റീസൺ ആകട്ടെ, വാട്ട് എവർ റീസൺ ഇറ്റ് മേ ബി, ആ പടം നടക്കാതെ പോകുന്നു. ഞാൻ ആ അഡ്വാൻസ് തിരിച്ച് ചോദിക്കുന്നു. അങ്ങനെ ആ അഡ്വാൻസ് തിരിച്ച് ചോദിച്ച് മേടിച്ച് ഞാൻ വീട്ടിൽ സ്വസ്ഥമായിട്ട് ഇരിക്കാം, അല്ലെങ്കിൽ ഇനി സിനിമ വേണ്ട എന്ന് വീണ്ടും വിചാരിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ വിചാരിച്ചൊരു പ്രോജക്റ്റ് നടന്നില്ലല്ലോ. എന്നാലും ആൾക്കാർ എന്നെ വിടില്ലല്ലോ. കിരീടം പോലെ ഇനി സിനിമ എപ്പോഴാണ് ആൾക്കാർ ചോദിച്ചു തുടങ്ങി. അങ്ങനെ സിനിമകൾ അനവധിയതിന് ശേഷം ഞാൻ എടുത്തു. പക്ഷേ കിരീടം പോലെ സിനിമ വന്നില്ല. 1999 ഞാൻ ഓർക്കുന്നു, ഞാൻ സ്റ്റാലിൻ ശിവദാസ് എന്ന സിനിമ നിർമ്മാണ വേളയിലാണ്. അപ്പോൾ ഇഷ്ടംപോലെ കാശിങ്ങനെ ചിലവായിക്കൊണ്ടിരിക്കുക. കാരണം ബിഗ് ബഡ്ജറ്റ് മമ്മൂട്ടി ഖുഷ്ബു ചിത്രമല്ലേ, അതിനുവേണ്ടി കാശിങ്ങനെ ചിലവായിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് നമ്മുടെ ആനന്ദേട്ടൻ എന്നറിയപ്പെടുന്ന ഒരു പ്രൊഡ്യൂസറുണ്ട്. അദ്ദേഹം എനിക്ക് സർവകലാശാലയാണ് അദ്ദേഹം അവസാനം എടുത്ത സിനിമ എന്നെൻ്റെ ഓർമ്മ. അതിനു മുമ്പ് സോറി അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു സിനിമ എടുത്തിരുന്നു, മോഹൻലാലിൻ്റെ തന്നെ. ഏതായാലും നല്ല കുറേ സിനിമകളെടുത്ത ഒരു കുവൈറ്റിൽ നിന്ന് വന്ന നല്ലൊരു മനുഷ്യൻ, ഗുരുവായൂരുകാരനാണ് അദ്ദേഹം. എൻ്റെയും സ്വദേശം ഗുരുവായൂരാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തമ്മിൽ നല്ലൊരു മാനസികമായിട്ടുള്ള ഐക്യം ഉണ്ടായിരുന്നു. ഈ ആനന്ദേട്ടൻ എന്നെ വിളിക്കുകയാണ്. വിളിച്ചതിനോട്, എടാ ദിനേശേ, അങ്ങനെയാണ് വിളിക്കുന്നത്, എടാ ദിനേശേ, നിനക്ക് ഒരു പണി ചെയ്യാൻ പറ്റുമോ? നിനക്കിപ്പോൾ ഡിസ്ട്രിബ്യൂഷനൊക്കെ ഉണ്ടല്ലോ, നീ ഒരു പണി, ഞാൻ ലാലിനെ വെച്ചൊരു പടം ചെയ്യുക, അപ്പോൾ അതിനകത്ത് നിനക്ക് ഡിസ്ട്രിബ്യൂഷൻ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. കേൾക്കേണ്ട താമസം, മോഹൻലാലിൻ്റെ ഒരു പടം ഡിസ്ട്രിബ്യൂഷൻ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ എടുക്കാം. അപ്പോൾ പറഞ്ഞു, അതിന് ചെയ്യേണ്ട ഒരു പണിയെന്ന് വെച്ചാൽ സിബി മലയിലായിരിക്കും സംവിധായകൻ, ലോഹിതദാസാണ് എൻ്റെ സ്ക്രിപ്റ്റ് എഴുതാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു, എൻ്റെ കിരീടത്തിൻ്റെ സംഭവം തന്നെയല്ലേ, മൈനസ് ഉണ്ണി അവിടെ ഇല്ല എന്നുള്ളതേ ഉള്ളൂ, ബാക്കിയെല്ലാം ഞാനൊക്കെ തന്നെ ഉണ്ടല്ലോ അതിനകത്ത്. സന്തോഷത്തോടു കൂടി ഞാനത് സമ്മതിച്ചു. ഞാൻ പറഞ്ഞു, പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പോലും ഡിസ്ട്രിബ്യൂഷനായിട്ട് ഞാനതിൻ്റെ ഭാഗമാകാം എന്ന് പറഞ്ഞു. എന്നാൽ നീ ഒരു പണി, ലാലിന് എത്രയും പെട്ടെന്നൊരു 10 രൂപ അവിടെ ഇവിടെ എത്തിക്കണം, ചെന്നൈയിലെത്തിക്കണം.
ഞാൻ പറഞ്ഞു പിന്നെ ഇമ്മീഡിയറ്റ് ചെയ്യാം. ഇവിടെ ഷൂട്ടിംഗ് നടക്കുകയാണ്, ടെൻഷനാണ്, കാശിന് പോരായ്മയുണ്ട്, എന്നാൽ പോലും നോ പറഞ്ഞില്ല ഞാൻ. അങ്ങനെ 10 lakhs rupees അവിടെ എത്തിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പിന്നെ അനന്തേട്ടൻ എന്താ വേറെ വേണ്ടേ? അപ്പോൾ അനന്തേട്ടൻ പറഞ്ഞു നീ ഒരു പണിയിടാ, നീ CBക്ക് ഒരു 2 രൂപ കൊടുക്ക്, പിന്നെ ലോഹിക്ക് ഒരു 2 രൂപ കൊടുക്ക്, പിന്നെ കൂടാതെ എനിക്ക് ഇതിൻ്റെ ആദ്യത്തെ ചിലവിനൊക്കെ ആയിട്ട് ഒരു ലക്ഷം രൂപ എനിക്ക് അയച്ചതാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 15 ലക്ഷം രൂപ ഒരു ഡിസ്ട്രിബ്യൂഷൻ അഡ്വാൻസ് ആയിട്ട് ആനന്ദേട്ടന് കൊടുക്കണം. അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള രീതി. ആനന്ദേട്ടനായതുകൊണ്ട് എനിക്ക് യാതൊരു വിധത്തിലും മടിയുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ടോട്ടലി ഞാൻ വളരെ സന്തോഷമായിട്ട് ആ പ്രോജക്റ്റിന് സമ്മതം മൂടി. അങ്ങനെ മനസ്സിൽ വസന്തം വിരിഞ്ഞു. സ്വപ്നങ്ങൾ, നല്ല നല്ല സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. കാരണം ഇപ്പം നടക്കുന്നത് മമ്മൂട്ടി സിനിമ. മമ്മൂട്ടി തീർച്ചയായും എന്തായാലും ആ പടം ഹിറ്റാകും. അത്ര വലിയ കോസ്റ്റ് ഇല്ലാതെയാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. അതുകൂടാതെ തന്നെ അത് ലാഭം കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് മോഹൻലാൽ നമ്മുടെ കിരീടത്തിൻ്റെ അതേ പതിപ്പ് വരുന്ന രീതിയിൽ നല്ലൊരു സിനിമ എടുക്കുക. കിരീടം പോലെയല്ല, എന്നാലും ഒരു നല്ല സിനിമ എടുക്കുക, ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ ആവുക. പിന്നീട് അത് കഴിയുമ്പോഴേക്ക് അടുത്തടുത്ത നല്ല സിനിമകൾ ചെയ്യുക. ഇങ്ങനെ മനസ്സിൽ 99-ൽ ഞാൻ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. അപ്പോൾ മോഹൻലാലിന് പറഞ്ഞ പോലെ തന്നെ 10 ലക്ഷം രൂപ എത്തിച്ചു. സിബി മലയിലിന് 2 ലക്ഷം രൂപ, നമ്മുടെ ലോഹിദാസിന്, എഴുത്തുകാരൻ ലോഹിദാസിന് 2 ലക്ഷം രൂപ, ആനന്ദേട്ടന് 1 രൂപ. അങ്ങനെ ടോട്ടലി ആ പ്രോജക്റ്റ് ഓണായി, ആ മൂവി തുടങ്ങി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ലാലിനെ വിളിക്കാറുണ്ട്. ആനന്ദേട്ടനാണ് കൂടുതൽ ഇൻട്രാക്ട് ചെയ്തിരുന്നത്. അങ്ങനെ ലാലിനെ കാണുമ്പോഴേക്ക് അടുത്ത പടത്തിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറല്ലേ ഞാൻ, അപ്പോൾ ധൈര്യമായിട്ട് ആ കാര്യത്തിൽ സംസാരിക്കാമല്ലോ. അങ്ങനെയൊക്കെ ആ ഒരു ബന്ധങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഈ പറയുന്ന സിനിമ, അതായത് സ്റ്റാലിൻ ശിവദാസ് റിലീസാവുന്നത്. സ്റ്റാലിൻ ശിവദാസ് റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും സ്റ്റാലിൻ ശിവദാസ് 8 നിലയിൽ പൊട്ടിക്കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അവസ്ഥ ദയനീയമായി. എന്നാലും മോഹൻലാലിൻ്റെ പടം കിടപ്പുണ്ടല്ലോ, അപ്പോൾ നമുക്കത് വെച്ചിട്ട് തിയേറ്ററിൽ പിടിച്ചെടുക്കാൻ പറ്റും. അതാണ് സിനിമയുടെ ഒരു കാര്യമെന്ന് പറയുന്നത്. ഒരു സിനിമയിൽ നമ്മൾ താഴെ പോയാലും ശരി, അടുത്ത സിനിമ ചിലപ്പോൾ നമ്മളെ ഉയർത്തിയെടുക്കും. ആ ഒരു കോൺഫിഡൻസ് വേണം, ആ ഒരു ധൈര്യം വേണം. അപ്പോൾ ഞാൻ അങ്ങനെ ധൈര്യമുള്ള ഒരാളായതുകൊണ്ട് നമുക്ക് അടുത്തത് കിടപ്പുണ്ടല്ലോ എന്ന വിചാരത്തിലാണ് ഞാൻ നിന്നിരുന്നത്. അപ്പോൾ ഞാൻ സിബി മലയിലിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ലോഹിദാസ് എന്തായി ലോഹി എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ധാരണയിലെത്തി നിൽക്കുന്നൊരു സമയം അടുത്തു. അതായത് നമ്മുടെ അടുത്ത ഒരു സ്ക്രിപ്റ്റിലേക്ക് ലോഹിദാസ് കിടക്കുന്നു. അപ്പോൾ അത് എഴുതണമെങ്കിൽ ഒരു കണ്ടീഷൻ പറഞ്ഞു വെച്ചാൽ ഇവിടേക്ക് എഴുതി കഴിഞ്ഞാൽ ആൾക്കാർ ഭയങ്കര ശല്യമായിരിക്കും, അവിടുന്ന് വരുന്നു, എനിക്ക് സമയം ചിലപ്പോൾ എഴുതാനായിട്ട് കിട്ടിയില്ലെന്ന് വരും, അതുകൊണ്ട് ബാംഗ്ലൂർ പോയി എഴുതാം. ഓക്കെ. അങ്ങനെ അന്ന് ആ സമയത്ത് സിബി മലയിൽ ആലുവയിലാണ് താമസിക്കുന്നത്. ലോഹിദാസിനും ആലുവയിലൊരു വീടുണ്ട്. ആനന്ദേട്ടനാണെങ്കിൽ എല്ലാ അറേഞ്ച്മെൻറ്റും ചെയ്തു, ഒരു വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്തു. നെക്സ്റ്റ് ഡേ മോർണിംഗിൽ നമ്മുടെ ലോഹിദാസ് സിബി മലയിൽ എന്നൊരു കൂട്ടുകെട്ട് അവർ ബാംഗ്ലൂർ പോകുന്നു. ബാംഗ്ലൂർ പോയിട്ട് അവിടെ ഇരുന്ന് സ്ക്രിപ്റ്റ് എഴുതി പക്ക പൂർണ്ണമായതിനു ശേഷം മാത്രമേ ഇവർ തിരിച്ചു വരുന്നുള്ളൂ. ലാലിനെ കേൾപ്പിക്കുന്നു, ഉടനെ സിനിമ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതായിരുന്നു നമ്മുടെ മനസ്സിലെ സ്വപ്നങ്ങൾ. ഓക്കെ. അങ്ങനെ കാര്യങ്ങൾ നീങ്ങുന്നു. പോകുന്ന ദിവസം അടുത്തു. നെക്സ്റ്റ് ഡേ രാവിലെ അവർ പോകേണ്ടതാണ്. രാവിലെ കാർ അവിടെ ചെല്ലുമ്പോൾ ലോഹിദാസിൻ്റെ വീട്ടിലാണ് ചെല്ലുന്നത്. ലോഹിദാസിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ വീട് പൂട്ടിയിട്ടിരിക്കുകയാണ്, ലോഹിദാസ് ഇല്ല. അപ്പോൾ ലോഹി എവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിൽക്കുന്ന ആ ചുറ്റുവട്ടത്തിലുള്ള ആർക്കും അതിനെപ്പറ്റി ഒരു കറക്റ്റായിട്ട് റിപ്ലൈ ഇല്ല. പക്ഷേ സിബി മലയിലിൻ്റെ പേരിൽ ഒരു ലെറ്റർ എഴുതി കൊടുത്തിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് പോയത്. അപ്പോൾ സിബി ആ ലെറ്റർ വായിച്ച ഉടനെ തന്നെ എന്നെ വിളിച്ചു, ആനന്ദേട്ടനെ വിളിച്ചു. ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ലോഹി തൽക്കാലം നമ്മുടെ സ്ക്രിപ്റ്റ് എഴുതുന്നില്ല എന്ന് അദ്ദേഹം ഒരു കത്ത് മുഖേന അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഷോക്കായിപ്പോയി. കാരണം ഇത്രയെല്ലാം പ്ലാൻ ചെയ്ത് എല്ലാം റെഡിയായി നിൽക്കുകയാണ്. അപ്പോഴാണ് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല ലോഹിദാസ് എഴുതാത്തത്. അപ്പോൾ അതിൻ്റെ റീസൺ കൂടി ലെറ്ററിലുണ്ടായിരുന്നു. അതായത് അന്നൊരു അരയന്നങ്ങളുടെ വീട് എന്ന് പറയുന്ന ഒരു ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസർ അദ്ദേഹത്തിൻ്റെ അടുത്ത് സി ലൈൻ റഫീഖാണെന്ന് എൻ്റെ ഓർമ്മ. അദ്ദേഹം ചെല്ലുകയും അദ്ദേഹത്തിനൊരു പ്രോജക്റ്റ് ഇമ്മീഡിയറ്റ്ലി ഓണത്തിനോ എന്തോ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു ഭീമമായ തുക അദ്ദേഹത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞു, സിംഗിൾ പേയ്മെൻ്റായിട്ട്. ലോഹിദാസ് അതിൽ വീണു എന്നുള്ളതാണ് സത്യം. കാരണം ലോഹിദാസിന് അന്ന് കുറച്ച് മോശം സമയമായിരുന്നു. ലോഹിദാസ് അന്ന് ആ കാലഘട്ടത്തിലാണെന്ന് എൻ്റെ ഓർമ്മ എന്തൊക്കെയോ ആവശ്യമില്ലാത്ത ബിസിനസ്സുകളിലൊക്കെ ചെന്ന് പെട്ടിരുന്നു. അതോ വീട് വാങ്ങിച്ചതിൻ്റെ വീട് വാങ്ങിച്ചതിൻ്റെ ആ സമയത്ത് ലോഹിദാസിന് വന്ന പ്രശ്നം, വീട് വാങ്ങിച്ചപ്പോൾ ബഡ്ജറ്റ് കൂടിപ്പോയി, വീട് വെച്ചപ്പോൾ ബഡ്ജറ്റ് കൂടിപ്പോയി. അങ്ങനെ കുറച്ച് കടങ്ങൾ വന്ന് നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് സാമ്പത്തികം അത്യാവശ്യമായിരുന്നു. അപ്പോൾ
സീൽ ആൻഡ് റഫീഖ് സിംഗിൾ പേയ്മെൻ്റായിട്ട് ക്യാഷ് കൊണ്ട് കൊടുത്തപ്പോൾ ഞാൻ അത് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ഇതിലോട്ട് വരാം എന്നായിരുന്നു അദ്ദേഹം വിചാരിച്ചത്. പക്ഷേ അത് വളരെ വളരെ ഒഫെൻസീവായിട്ടാണ് സിബി മലയിലായാലും ശരി, ഞാനായാലും ശരി, ആനന്ദേട്ടനായിട്ടും ആയാലും ശരി എടുത്തത്. കാരണം നമ്മുടെ അടുത്തൊരു വാക്ക് പറഞ്ഞിട്ട് ആ ഒരു സമയത്ത് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും നമുക്ക് എഴുതി തരാതിരിക്കുകയും ചെയ്തപ്പോൾ നമുക്കുണ്ടായ ഒരു മനപ്രയാസം ലോഹിദാസ് മനസ്സിലാക്കിയില്ലല്ലോ എന്നൊരു വിഷമം ഞങ്ങൾക്കുണ്ടായിരുന്നു. കാരണം ലോഹിദാസ് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം, നല്ലൊരു മനുഷ്യനാണ്. കാരണം നമ്മുടെ ആ കിരീടം സമയത്ത് 2 വർഷം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ത്രൂ ഔട്ട് നടന്നിരുന്നത്. ആ സമയത്തുള്ള ഒരു ബന്ധം കൊണ്ട് ആ മനുഷ്യനെ ഞാൻ അളന്ന് കുറിച്ച് മനസ്സിലാക്കിയിരുന്നു. നല്ലൊരു മനുഷ്യൻ, സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടുള്ള മനുഷ്യൻ, ആരെയും മനസ്സുകൊണ്ട് വേദനിപ്പിക്കാനോ ചതിക്കാനോ ഒന്നും ആഗ്രഹിക്കാത്ത മനുഷ്യൻ. പക്ഷേ അദ്ദേഹം ഇത് ചെയ്തത് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ അതിന് ന്യായീകരണം കണ്ടു, അദ്ദേഹത്തിൻ്റെ ഗതികേട് കൊണ്ടാണ്. കാരണം അദ്ദേഹത്തിന് കാശ് അത്ര അത്യാവശ്യം ഉണ്ടായിരുന്നു. ശരി, ഓക്കെ, ആ പ്രോജക്റ്റ് അപ്പോൾ ഓഫായി, വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ഞാൻ പതുക്കെ അങ്ങനെ വളരെ വിഷമത്തിൽ, കാരണം അതിനിടയ്ക്കും സ്റ്റാലിൻ ശിവദാസ് ഡൗണായി, അത് ഓടിയിട്ടില്ല. എനിക്ക് പറയത്തക്ക രീതിയിലുള്ള പ്രോജക്റ്റ് മുമ്പോട്ടില്ല. ഈ മോഹൻലാൽ പ്രോജക്റ്റ് ആണെങ്കിൽ വരുന്നില്ല. എനിക്ക് നിൽക്കക്കള്ളിയില്ലാത്ത അവസ്ഥയായി. ഒരു വർഷം ഇങ്ങനെയൊക്കെയോ പിടിച്ചു നിന്നു. അത് കഴിഞ്ഞപ്പോൾ ഇത് 99 കഴിഞ്ഞ് 2000-ലൊക്കെയാണ് ഈ സംഭവം നടക്കുന്നത്. അത് കഴിഞ്ഞ് 2001 ആയപ്പോഴേക്കും എനിക്ക് മനസ്സിലായി എന്തായാലും മോഹൻലാൽ പ്രോജക്റ്റ് ഇനി നടക്കില്ല. നടക്കാത്ത ഒരു സാഹചര്യത്തിൽ മോഹൻലാലിൻ്റെ അടുത്ത് നമ്മളൊരു 10 ലക്ഷം രൂപ കിടപ്പുണ്ടല്ലോ. അദ്ദേഹത്തിനെ സംബന്ധിച്ച് 10 ലക്ഷം വലിയ എമൗണ്ട് അല്ല. എന്നെ സംബന്ധിച്ച് 10 ലക്ഷം എന്ന് പറഞ്ഞാൽ അന്നത്തെ ആ ഒരു വാല്യൂ ഓഫ് മണി വെച്ച് നോക്കുമ്പോൾ 10 കോടിക്ക് തുല്യമാണ്. ഞാൻ ഒരു ദിവസം മദ്രാസിൽ പോകുന്നു. മദ്രാസിൽ പോയി അന്ന് സുകുവേട്ടൻ എന്ന് പറയും, സുകുമാർ എന്ന് പറയുന്ന ഒരു ചാർട്ടർ അക്കൗണ്ടൻ്റാണ് മോഹൻലാലിൻ്റെ അക്കൗണ്ട്സ് എല്ലാം നോക്കിയിരുന്നത്. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ലാലുണ്ടോ സ്ഥലത്ത്? അപ്പോൾ പറഞ്ഞു ലാലുണ്ട്, ലാല് വീട്ടിലുണ്ട്. ഞാൻ പറഞ്ഞ നമ്മുടെ ഒരു 10 lakhs റുപ്പീസ് എനിക്ക് ഓർമ്മയുണ്ട് ദിനേശ്. അപ്പോൾ അത് എനിക്കൊന്ന് തിരിച്ച് കിട്ടിയാൽ കൊള്ളാം. കാരണം വെച്ചാൽ എന്നെക്കൊണ്ട് ഇനി സിനിമ എടുക്കാൻ പറ്റില്ല സുഖമായിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഒന്നുകൂടെ ആലോചിക്കുക, ലാലിൻ്റെ പടമാണ്, ലാലിൻ്റെ ഡേറ്റാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റാത്തതുകൊണ്ടാണ്, വേറൊന്നും കൊണ്ടല്ല. അല്ലെങ്കിൽ ലാലിൻ്റെ ഒരു അഡ്വാൻസ് ഞാൻ ഒരിക്കലും തിരിച്ച് ചോദിക്കില്ല, എന്നെക്കൊണ്ട് പറ്റില്ല, ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സുഖേട്ടന് മനസ്സിലായി. സുഖേട്ടൻ പറഞ്ഞു, ഒരു പണി, ഞാൻ ലാലിനെ വിളിക്കാം. ലാലിനെ വിളിക്കുന്നു, ലാൽ എന്നോട് സംസാരിച്ചിട്ട് പറഞ്ഞു, ദിനേശേ ഒരു പണിയെ ഒരു അറേഞ്ച്മെൻറ്റ് ഞാനത് ചെയ്തു തരാം, ഒരു 5 lakhs ഇപ്പോൾ തരികയും 5 lakhs പിന്നീട് തരികയും അങ്ങനെ എന്തൊക്കെയോ അറേഞ്ച്മെൻറ്റ്സ് പറഞ്ഞ പോലെ തന്നെ ആ ചോദിക്കേണ്ട താമസം ആ കാശിന് അറേഞ്ച്മെൻറ്റ് മോഹൻലാൽ ഉണ്ടാക്കി എന്നുള്ളതാണ്. ആ മനുഷ്യനെ ആ ഒരു സമയത്ത് ഞാൻ സ്തുതിച്ചു പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെന്ന ഉടനെ തന്നെ പൈസ ചോദിച്ചു കഴിഞ്ഞാൽ ആരും എടുത്ത് തരില്ല. പക്ഷേ ലാലിൻ്റെ അവസ്ഥ മനസ്സിലാക്കി അപ്പം തന്നെ ക്യാഷ് എടുത്ത് തിരിച്ച് തന്നു എന്നുള്ളതാണ്. പിന്നെയുള്ളത് സിബി മലയിലാണ്, പിന്നെ നമ്മുടെ ലോഹിദാസാണ്, ആനന്ദേട്ടനാണ്. അവരെ രണ്ടും ഒന്നും കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു സിബി എന്തായാലും നമ്മുടെ ഒരു ഇത്രയും വർഷമായിട്ട് കൂടെ നിൽക്കുന്ന ഒരാളാണ്. സിബി മലയിലും പക്ഷേ എന്തായാലും ഞാൻ അടുത്ത സിനിമ എപ്പോഴെങ്കിലും എടുക്കും. സിബി മലയിലിനോട് ഞാൻ അഡ്വാൻസ് തിരിച്ചു ചോദിക്കാൻ പോയില്ല. അതേസമയം ലോഹിദാസിനോട് ഞാൻ തീരുമാനിച്ചു. കാരണം ലോഹിദാസ് കാണിച്ചത് ശരിയായിരുന്നോ എന്ന് ചോദിച്ചാൽ ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് ലോഹിദാസ് എനിക്ക് ആ പണം തിരിച്ച് തരണം. അപ്പോൾ അങ്ങനെ ഞാൻ ലോഹിദാസിനെ കണ്ടു. ആ മനുഷ്യനോട് വളരെ സ്നേഹത്തിൽ എനിക്ക് തോന്നുന്നത് ഞാൻ ഒരിക്കൽ കാണാൻ വേണ്ടി തന്നെ, എൻ്റെ ആ ഒരു ഗതികേട് സമയമാണ്. അപ്പോൾ എത്ര കാശ് കിട്ടിയാലും ശരിക്കും ഉടനെ വേണം. ഞാൻ കാണാൻ വേണ്ടി ഷൊർണൂർ ടി ബിയിൽ ചെല്ലുന്നു. അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ഒരു ചാരികസേരിൽ കിടപ്പുണ്ട്. കണ്ടപ്പോൾ തന്നെ ആ മനുഷ്യനെ കാണുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിനോടുള്ള ആ ഒരു വിഷമവും ദേഷ്യവും ഒക്കെ മാറിപ്പോവും. അത്രയും ചിരിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി. ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം അദ്ദേഹവും ചോദ്യമായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, സുരേഷ് ഗോപി ചോദ്യമായിരുന്ന പോലെ ഇദ്ദേഹവും ചോദ്യം നാളുകാരനായതുകൊണ്ട് എൻ്റെ കഷ്ടകാല സമയത്ത് തന്നെ ലോഹിദാസിനും കഷ്ടപ്പാട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് വളരെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു ഒരു പണിയെ അടുത്ത ചെയ്യുന്ന പടങ്ങളിൽ നിന്ന് പ്രൊഡ്യൂസർമാരോട് പറഞ്ഞിട്ട് കുറച്ചായിട്ട് എനിക്ക് താ എന്ന് പറഞ്ഞു. ഓക്കെ ദിനേശ്, ഏറ്റു. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹം പിന്നീട് ചെയ്ത ഒരു പടം എന്ന് പറയുന്നത് കസ്തൂരിമാനാണ്. അപ്പോൾ കസ്തൂരിമാൻ ആ പടത്തിൻ്റെ സമയത്ത് അതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് മുദ്ര ശശിയായിരുന്നു എന്ന് എൻ്റെ ഓർമ്മ. അപ്പോൾ മുദ്ര ശശിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു അത് എന്തൊക്കെയോ അറേഞ്ച്മെൻറ്റ് ചെയ്തതെന്ന്. അവിടെ നിന്നാണെന്ന് തോന്നുന്നു കുറച്ച് ക്യാഷ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ മിലൻ ജലീലിൻ്റെ സൂത്രധാരൻ എന്ന് പറഞ്ഞൊരു പടം നടക്കുന്ന സമയത്ത് അവിടെ നിന്ന് മിലൻ ജലീൽ എനിക്ക് 50,000 രൂപ തന്നായിട്ട് ഞാനിപ്പോഴും ഓർക്കുന്നു. അങ്ങനെ പിന്നെ അവിടുന്ന് ഇവിടുന്നുമൊക്കെ 25 എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കടം ഒരുമാതിരിയൊക്കെ 1.5 വന്ന് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു ദിവസം ലാസ്റ്റ് ഞാൻ ചെന്നു. ആ ഒരു സമയത്ത് ഞാൻ ഒരു കാര്യം കൂടി എടുത്തു പറയട്ടെ. എൻ്റെ കയ്യിൽ
അത്രയും മോശം അവസ്ഥയായിരുന്നുകൊണ്ട് എൻ്റെ 2000-ലാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കാറ്, അതായത് അന്ന് ഏറ്റവും കൂടിയ കാറെന്ന് പറയുന്നത് മാരുതി എസ്റ്റീമാണ്. അപ്പോൾ ആ എസ്റ്റീം കൊണ്ടു നടന്നിരുന്ന ഒരാളായിരുന്നു ഞാൻ. എസ്റ്റീം ഞാൻ കാർ വിറ്റു. കാരണം അന്ന് 2-2.5 ലക്ഷം രൂപ കിട്ടി, അത്രയും കടം തീരട്ടെ എന്നുള്ള ചിന്താഗതിയിൽ ഞാനത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 2 വർഷത്തോളം എൻ്റെ കയ്യിൽ വണ്ടിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ഞാൻ വിചാരിച്ചു ലോഹിദാസിൻ്റെ കയ്യിൽ ചിലപ്പോൾ വല്ല എക്സ്ട്രാ കാറ് 2 കാറും എല്ലാം ഉണ്ടെങ്കിൽ ഒരു കാറ് കിട്ടിയാൽ അത് വെച്ചെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ, ഒരു കാറെങ്കിലും ആവുമല്ലോ. അപ്പോൾ ഞാൻ ലോഹിയോട് ചോദിച്ചു, ലോഹി അങ്ങനെ ഒരു പണിയെ ലോഹി കാറ് എങ്ങനെയെങ്കിലും ഉണ്ടെങ്കിൽ അതെങ്കിലും എനിക്ക് തരികയാണെങ്കിൽ 2 ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല 2 ഇല്ല, എൻ്റെ കയ്യിൽ ഒറ്റ കാറേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒറ്റ കാറേ ഉള്ളൂ ലോഹിയുടെ കയ്യിൽ? പിന്നെ ഞാനിങ്ങനെ ചോദിക്കും, അതൊന്നും വിഷമിക്കണ്ട, ദിനേശിൻ്റെ കാറിലല്ലോ, എൻ്റെ വണ്ടി ഞാൻ തന്നേക്കാം എന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. കാരണം അദ്ദേഹത്തിന് ഒരു വണ്ടിയേ ഉള്ളൂ, ആ ഒരു വണ്ടി എനിക്ക് തന്നേക്കാം എന്ന് പറയുമ്പോൾ ആ മനസ്സിലെ നന്മ നിങ്ങളൊന്ന് നോക്കണം. ആ മനുഷ്യൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിൽക്കി ഏത് കാറാണ്, കാരണം അത് കഴിയുമ്പോൾ ഞാൻ കാശ് അങ്ങോട്ട് കൊടുക്കണമെങ്കിൽ പിന്നെ കാർ എടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ സെക്കൻഡ് ഹാൻഡ് കാറാണെന്ന് എനിക്കറിയാം. ഏത് കാറാണെന്ന് ചോദിച്ചപ്പോഴാണ് പുള്ളി പറയുന്നത്, പുള്ളിയുടെ ആ കാലത്ത് ഇരിക്കുന്നത് പഴയ ഒരു ഫിയറ്റ് കാറാണ്. അപ്പം ഞാൻ വിചാരിച്ചു, ഈ പഴയ ഫിയറ്റ് കാർ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വെച്ച് ഞാൻ ഓടിച്ച് നടന്ന് എനിക്കധികം നേടാനൊന്നുമില്ല. അതേസമയം ലോഹിദാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഈ പറയുന്ന അദ്ദേഹം ഓടിച്ച് നടക്കുന്ന ഒരു കാറ് എനിക്ക് പ്രായി കൊണ്ട് തന്നാൽ അതിൻ്റെ ദോഷമേ എനിക്കുണ്ടാവുള്ളൂ എന്ന് എനിക്കൊരു വിശ്വാസം തോന്നി ആ സമയത്ത്. അവിടെ ഞാൻ പറഞ്ഞു, ലോഹി ഇനി റോഡിൽ കൂടെ നടക്കുന്നത് കാണാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ എന്തായാലും നടന്നു, അപ്പോൾ ഒരു കുഴപ്പമില്ല, ലോഹി എന്തായാലും ആ വണ്ടി കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞു. പിന്നീട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1 വർഷത്തോളം എടുത്തു ഇങ്ങനെ ചെറിയ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട് ലോഹിദാസിൻ്റെ പണം തിരിച്ചു തരാനായിട്ട്. പക്ഷേ ആ 2 ലക്ഷം രൂപയും തിരിച്ചു തന്നു. ഇന്നും ആനന്ദേട്ടൻ ലോഹിദാസിന് എഴുതിയ ഒരു കത്ത് എൻ്റെ അടുത്തിരിപ്പുണ്ട്. അതിനകത്ത് അദ്ദേഹം വളരെ കാര്യമായിട്ട് എന്നെ പറഞ്ഞിട്ടുണ്ട്, ദിനേശിൻ്റെ അവസ്ഥ കുറച്ച് മോശമാണ്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ലോഹി ആ പൈസ എത്രയും പെട്ടെന്ന് ദിനേശിന് തിരിച്ചു കൊടുക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം അത് ആനന്ദേട്ടൻ്റെ കെയർ ഓഫിലാണല്ലോ ഞാൻ ഈ പ്രോജക്റ്റിൽ വീണത്, അതുകൊണ്ടാണ് ആനന്ദേട്ടൻ ആ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തത്. പക്ഷേ വളരെ മാന്യമായിട്ട് തന്നെ അദ്ദേഹം എനിക്ക് ആ കാശ് തിരിച്ചു തന്നു. അദ്ദേഹത്തിൻ്റെ വണ്ടി ഞാൻ എടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പോയിൻ്റ്. കാരണം ഞാൻ ആ വണ്ടി എടുത്തിരുന്നെങ്കിൽ ലോഹിദാസ് വണ്ടിയില്ലാതെ ഇത്രയും വലിയൊരു എഴുത്തുകാരൻ, കാരണം പ്രൊഡ്യൂസർമാരെ എപ്പോഴും താഴെ പോകും, അത് ജീവിതത്തിൻ്റെ രീതിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ് കൊണ്ട് കളിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. പക്ഷേ ഒരു എഴുത്തുകാരനായി എല്ലായിടത്തും നല്ല മതിപ്പുള്ള ഒരു മനുഷ്യൻ്റെ കാറ് ഞാൻ തട്ടിപ്പറിച്ചു എന്നൊരു പ്രാക്ക് എനിക്ക് വരരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ലാസ്റ്റ് മരിക്കുന്ന നിമിഷം വരെ അദ്ദേഹം ഞാനുമായിട്ട് നല്ല ബന്ധം വെച്ചിരുന്നൊരു വ്യക്തിയാണ്. പക്ഷേ ഈ പറഞ്ഞ കിരീടത്തിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഞാൻ പറയുന്നില്ല, അത് ചെങ്കോലായിട്ട് ഉണ്ണി എടുത്തിരുന്നു. കിരീടം പോലൊരു പടം, നല്ലൊരു കഥ ലോഹിദാസിൻ്റെ പിന്നെ കിട്ടാനുള്ളൊരു ഭാഗ്യം എനിക്കില്ലാതെ പോയി. മാത്രമല്ല സിബി മലയിലിന് ഏറ്റവും വലിയൊരു അടിയായിപ്പോയത്, കാരണം സിബി മലയിൽ ലോഹിദാസ് എന്നും നല്ലൊരു കൂട്ടായിരുന്നു. ഈ പ്രോജക്റ്റ് നടക്കാതെ വന്നതോടെ പിന്നീട് ആ ഒരു കൂട്ടുകെട്ടും അതോടെ നിലച്ചു പോയി എന്നുള്ളതാണ് മലയാളത്തിന് ഏറ്റവും വലിയ കിട്ടിയ ആഘാതം. കാരണം ഇല്ലെങ്കിൽ ആ കൂട്ടുകെട്ട് അന്ന് ലൈവായി നിന്നിരുന്നെങ്കിൽ ലോഹിദാസ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഈ പറഞ്ഞ നല്ല സിനിമകൾ സിബി മലയോട് ചേർന്ന് നമുക്ക് കിട്ടിയേനെ. ഇങ്ങനെ സിനിമയിൽ അനവധി എക്സ്പീരിയൻസുകൾ നമുക്കെല്ലാവർക്കും ഉണ്ടാവും. ചിലർ നമ്മുടെ കൂടെ നിൽക്കും, ചിലർ നമ്മുടെ കൂടെ നിൽക്കില്ല, ചിലർ നമ്മൾ ചതിക്കും, ചിലർ നമ്മളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്ത് ഉയർത്തും. അങ്ങനെയൊക്കെ പല അനുഭവങ്ങൾ നമുക്ക് ഈ ലൈഫിൽ നമ്മുടെ പറയാനുണ്ടാവും. ലോഹിദാസിനെ സംബന്ധിച്ച് എൻ്റെ ഓർമ്മകളിൽ എന്നും ആ മനുഷ്യന് നന്മ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് പക്ഷേ എൻ്റെ കഷ്ടകാലം കൊണ്ടാണ് ഞാൻ കാശ് തിരിച്ചു ചോദിച്ചത്, ഇല്ലെങ്കിൽ ഞാൻ അതുപോലും ഞാൻ ചോദിക്കാതെ ആ മനുഷ്യനെ വിട്ടേനെ. ഇന്നും മുകളിൽ നിന്ന് അദ്ദേഹം കാണുന്നുണ്ടെങ്കിൽ, അദ്ദേഹം എന്നെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാവും ആ ഒരു കാലഘട്ടത്തിൽ എന്നെ കുറച്ച് അദ്ദേഹം വേദനിപ്പിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിബി മലയിലായിട്ടുള്ള ആ പ്രോജക്റ്റ് അന്ന് നടന്നു പോയിരുന്നെങ്കിൽ ഇന്നും കുറേ നല്ല സിനിമകൾ ആ കൂട്ടുകെട്ടിൽ പിറന്നേനെ. എന്തായാലും വീണ്ടും എല്ലാവരോടും ഒരു റിക്വസ്റ്റേ ഉള്ളൂ, നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ ഓഫ് കോഴ്സ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം. ദിനേശ് പണിക്കരുടെ കുറച്ച് നല്ല രസകരമായ കഥകൾ കേൾക്കുവാനായി ദ പോയിൻ്റ് വിത്ത് DP കാണുക എന്നുള്ളത്. താങ്ക് യു.